പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൈനിക മേധാവി അസിം മുനീറും ബലൂചിസ്ഥാനിലെ അപൂർവ ധാതുക്കൾ ഒരു തടിപ്പെട്ടിയിലെത്തിച്ച് ട്രംപിനെ കാണിക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു. 6 വർഷത്തിനു ശേഷം ഇതാദ്യമായാണ് പാക് പ്രധാനമന്ത്രി വൈറ്റ് ഹൗസ് സന്ദർശിക്കുന്നത്. അതേസമയം ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ബലൂചിസ്ഥാനികൾ തങ്ങളുടെ പ്രദേശം ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കാണെന്ന് പ്രഖ്യാപിക്കുകയും പാകിസ്ഥാനിൽ നിന്ന് ആരെയും അകത്ത് കടക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നില്ല. പാകിസ്ഥാൻ സൈന്യത്തെ ഇവർ കൂട്ടം ചേർന്ന് തല്ലുന്നതിൻ്റെ ആട്ടിപ്പായിക്കുന്നതിൻ്റെയും ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. പാകിസ്ഥാൻ ഏതാണ്ട് $270 ബില്യൺ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്തിരിക്കുന്നത്. ബലൂചിസ്ഥാനിലെ ധാതുക്കൾ കാണിച്ചാണ് പാകിസ്ഥാൻ ചൈനയെയും കുപ്പിയിൽ വീഴ്ത്തിയത്. ചൈന ബലൂചിസ്ഥാനിൽ ധാതുക്കൾ ഖനനം ചെയ്യുന്നതിനുള്ള പ്രവർത്തനവും ആരംഭിച്ചിരുന്നു. എന്നാൽ ബലൂചികൾ ഈ മുന്നേറ്റത്തെ ശക്തമായി എതിർത്തു. തങ്ങളുടെ നാടിന്റെ സമ്പത്തിനെ കൊള്ളയടിക്കാൻ വിദേശ ശക്തികളെ അനുവദിക്കില്ല എന്ന് ദൃഢപ്രതിജ്ഞയോടെ മുന്നിട്ടിറങ്ങി. ബലൂചിസ്ഥാന്റെ ഈ മുന്നേറ്റം തങ്ങൾക്ക് ആൾനാശം ഉണ്ടാക്കുന്നെന്ന് മനസ്സിലാക്കിയതോടെ ചൈന ഏതാണ്ട് പിന്മാറിയതുപോലെയാണ്. അതുകൊണ്ടാണ് ബലൂചിസ്ഥാനിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുന്ന ധാതുക്കൾ പകുതിയായി വീതിച്ചെടുക്കാം എന്ന ധാരണയുമായി അസിം മുനീർ ആദ്യം ട്രംപിനെ പോയി കാണുന്നത്. പാകിസ്ഥാൻ ബലൂചിസ്ഥാനിൽ നിന്നുള്ള ധാതുക്കളും പ്രകൃതിവാതകവും ക്രൂഡ് ഓയിലും അമേരിക്കയ്ക്ക് നൽകും. അതിനു പകരമായി ട്രംപ് ആയുധങ്ങളും പണവും നൽകണം. ഇതിലൂടെ പാകിസ്ഥാൻ ലക്ഷ്യമാക്കുന്നത് സാമ്പത്തിക ലാഭം മാത്രമല്ല, തങ്ങൾക്ക് അടിച്ചൊതുക്കാൻ കഴിയാത്ത ബലൂച്ചികളെ അമേരിക്കയെ ഇറക്കി ഒതുക്കുക. എന്നാൽ ഡൊണാൾഡ് ട്രംപിന്റെ ബിസിനസ് ഡീൽ ഇതിനേക്കാൾ മുൻപിലാണ്. ട്രംപ് പാകിസ്ഥാനെ ചൊൽപ്പടിക്ക് നിർത്താൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ എയർബേസ് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ഇവിടെ നിന്നുകൊണ്ട് ഇറാനെയും അഫ്ഗാനെയും ഒതുക്കാനാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്. ബലൂചിസ്ഥാന്റെ മാത്രമല്ല അഫ്ഗാന്റെയും ഇറാന്റെയും ധാതുക്കളിൽ 50% തങ്ങൾക്ക് നേടിയെടുക്കണം എന്ന നിലപാടിലാണ് അമേരിക്ക. അതോടൊപ്പം ചൈന അഫ്ഗാനിസ്ഥാനിലെയും ബലൂചിസ്ഥാനിലെയും ധാതുലവണങ്ങൾ കൈക്കലാക്കുന്നത് തടയുകയും വേണം. കൂടാതെ ഇന്ത്യയെയും ചൈനയെയും നിരീക്ഷിക്കാൻ പാകിസ്ഥാൻ എയർബേസ് ഏറെ സഹായകരവുമാണ്. ട്രംപിന് ഇന്ത്യയുടെയും ചൈനയുടെയും നിലപാടുകളോട് കടുത്ത വിയോജിപ്പാണുള്ളത്. ഇന്ത്യ അഫ്ഗാനിൽ വൻ തുക നിക്ഷേപിച്ചിട്ടുള്ളത് ട്രംപിനറിയാം. ഇതിന് ബദലായി അഫ്ഗാൻ ഇന്ത്യക്ക് ധാതുലവണങ്ങൾ നൽകുന്നുമുണ്ട്. അമേരിക്കയ്ക്ക് ഇതിനെങ്ങനെയെങ്കിലും തടയിട്ടേ മതിയാകൂ. പാകിസ്ഥാൻ ട്രംപുമായി ധാരണയിലെത്തുന്നതോടെ ബലൂച്ചികൾക്ക് ഒരേ സമയം പാകിസ്ഥാനെയും അമേരിക്കയെയും നേരിടേണ്ടി വരും. എന്നാൽ ബലൂച്ചികൾ പരസ്യമായി തന്നെ ഇത് തങ്ങളുടെ നാട്ടിലെ ധാതുലവണമാണ്, ഇതിനെ ഖനനം ചെയ്യാൻ ട്രംപ് പാകിസ്ഥാനുമായി ധാരണയിലെത്തുകയല്ല വേണ്ടത്, തങ്ങളോട് കരാർ ഉറപ്പിക്കുകയാണ് ചെയ്യേണ്ടതെന്ന് എക്സിലൂടെ അറിയിച്ചിട്ടുണ്ട്.